ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 11, ശ്ലോക 9. തയോः ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഃ രണായ ധാവൻ അനവാപ്തവൈരീ ഭവത്പ്രിയാംക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗദാവാൻ. തയോഹോ രണ്ടുപേരിൽ, ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷൻ എന്ന പേര്, മഹാസുരേന്ദ്ര മഹാ അസുരൻ, രണായ യുദ്ധത്തിനായി കൊതിപൂണ്ട്, ധാവൻ ഓടി നടന്ന്, അനവാപ്ത തനിക്കൊത്ത്, വൈരി എതിരാളി, ഭവത് ഭഗവാന്റെ, പ്രിയാം പ്രിയയായിട്ടുള്ള, ക്ഷ്മാം ഭൂമിദേവിയെ, സലിലെ വെള്ളത്തിലേക്ക് അതല്ലെങ്കിൽ സമുദ്രത്തിലേക്ക്, നിമജ്യ മുക്കിത്താഴ്ത്തി, ചചാര മുഴുവൻ സഞ്ചരിച്ച്, ഗർവാദ് അഹങ്കരിച്ച്, വിനദൻ അട്ടഹസിച്ച്, ഗദാവാൻ ഗദയുമായിട്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ ഹിരണ്യാക്ഷൻ എന്ന പേരായ ആ രണ്ടു പേരിൽ ഒരാളായ ഹിരണ്യാക്ഷൻ മഹാ അസുരനായി യുദ്ധത്തിനായി ഓടി നടന്നു. അവൻ ആ ഒരു തനിക്കൊത്ത എതിരാളിയെ കാണുവാൻ കൊതിപൂണ്ട്. ആ ഭഗവാനെ പ്രിയമായിട്ടുള്ള ആ ഭൂമിദേവിയെ വെള്ളത്തിലേക്ക് സമുദ്രത്തിലേക്ക് മുക്കിത്താഴ്ത്തി. എന്നിട്ട് അവിടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അഹങ്കരിച്ച് അട്ടഹസിച്ച് ഗദയുമായിട്ട് തനിക്കൊത്ത എതിരാളിയെ നോക്കി നടന്നു ആ ഹിരണ്യാക്ഷൻ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അവവാപ്തവൈരീ ഭവത്പ്രിയാംക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.